കൂട്ടുകാർക്ക് നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ ഉണ്ണിമോടെ അയ്യപ്പസ്വാമിയുടെ ഇന്നത്തെ വിശേഷത്തിലേക്ക് പോയാലോ. പക്ഷെ പനി ആയതുകൊണ്ട് ഇച്ചിരി ചിലപ്പോൾ സൗണ്ട് കുറവായിട്ടിരിക്കും കേട്ടോ. അപ്പൊ എല്ലാവരും ഒന്ന് ക്ഷമിക്കണം കേട്ടോ. അപ്പൊ ഇന്നത്തെ വിശേഷത്തിൽ കാണിച്ചിരിക്കുന്ന അന്നപൂർണേശ്വരി ദേവിയുടെ അരികിലേക്ക് ഗണപതി ഭഗവാനും അയ്യപ്പസ്വാമിയുടെ എത്തുവാണ്. അങ്ങനെ പ്രണാമമൊക്കെ പറഞ്ഞതിന് ശേഷം അന്നപൂർണേശ്വരി ദേവി ഗിരിദേവനോടായിട്ട് പറയാണ്, നീ എനിക്ക് മകനെ പോലെയല്ല, ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നീ എനിക്ക് എന്റെ സ്വന്തം മകൻ തന്നെയാണ്. അതുകൊണ്ട് ഞാൻ പറയുന്നത് നീ അനുസരിക്കണമെന്ന് പറയാം. ഇത് കേട്ട് കഴിഞ്ഞപ്പം ഗിരിദേവൻ ചോദിച്ചു, ഞാൻ എന്താ അമ്മയ്ക്ക് വേണ്ടി ചെയ്തു തരണ്ടേന്ന് ചോദിക്കുകയാണ്. നിന്റെ അടുക്കിലേക്ക് സഹായമായിട്ട് ഒരാൾ എത്തിയായിരുന്നു, പക്ഷെ നീ അദ്ദേഹത്തെ ശിക്ഷിക്കല്ലാതെ രക്ഷിക്കാൻ ശ്രമിച്ചില്ല. അതെന്താണ് മകനെ എന്ന് ചോദിക്കുക. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഗിരിദേവൻ പറഞ്ഞു, അതെ, എനിക്ക് അദ്ദേഹത്തെ രക്ഷിക്കണമെന്നുണ്ടായിരുന്നു, പക്ഷെ അയാൾ ചെയ്ത ക്രൂരതകളൊക്കെ ഓർക്കുമ്പോൾ എനിക്ക് അയാളെ രക്ഷിക്കാൻ തോന്നിയില്ല. അറിയാലോ, സ്വന്തം പുത്രിയെ പോലെ കരുതേണ്ട ഉണ്ണിമോളെ അമ്മാതിരി അയാൾ ദ്രോഹിച്ചത്. പിന്നെ അതും പോരാഞ്ഞിട്ട് ഇപ്പൊ തന്നെ അയാൾ സത്യത്തിൽ നിൽക്കാത്ത പണികളാണ് ചെയ്തുകൊണ്ടിരിക്കണേ. അയാളുടെ കയ്യിലുള്ള പണം ഇവിടെ ഉപേക്ഷിച്ചിട്ട് പോയിക്കോളാൻ പറഞ്ഞാണ്. പക്ഷെ അയാള് സന്നദ്ധനല്ല. അതിനർത്ഥം എന്താ? അയാൾ ഒരിക്കലും നീതി അർഹിക്കുന്നില്ല. അതുകൊണ്ട് അയാളെ എനിക്ക് രക്ഷിക്കാൻ കഴിയില്ല എന്ന് പറയണം. ഇത് കേട്ടോ അന്നപൂർണേശ്വരി ദേവി പറഞ്ഞു, അങ്ങനെ പറയരുത് മാനെ. എന്റെ അരികിലേക്ക് അയാളുടെ പത്നി വന്നിട്ട് മംഗലസൂത്രം സമർപ്പിച്ചിട്ട് അയാൾക്ക് വേണ്ടി അപേക്ഷിച്ചിട്ടുണ്ട്. അപ്പൊ എനിക്ക് അവരുടെ പ്രാർത്ഥന കേൾക്കാതിരിക്കാൻ പറ്റില്ല. മാത്രമല്ല, പ്രായമായ അമ്മയുടെ മകനു വേണ്ടിയുള്ള പ്രാർത്ഥന എനിക്ക് അവരെ സഹായിച്ചേ പറ്റുള്ളൂ. അവരെ മകനെ എനിക്ക് തിരിച്ചു കൊടുത്തേ പറ്റുള്ളൂ എന്ന് പറയണം. എല്ലാം കേട്ട് കഴിഞ്ഞപ്പം ഗിരിദേവൻ പറഞ്ഞു, അമ്മയുടെ ആഗ്രഹം അങ്ങനെയാണെങ്കിൽ അങ്ങനെ തന്നെ നടക്കട്ടെ എന്ന് പറഞ്ഞ് ഗിരിദേവനും ഗണപതി ഭഗവാനും തിരികെ പോവാണ്. പിന്നീട് കാണിക്കുന്ന തേവാരപ്പുരയുടെ മുന്നില് തമ്പൂരും ഉണ്ണിമോളും കൂടെ നിൽക്കണം. ഉണ്ണിമോള് പറഞ്ഞു, അതെ, ഇവിടെ ഒരു വിളക്കുണ്ട്. ആ നിലവിളക്ക് കൊളുത്താനായിട്ട് എന്നോട് പറഞ്ഞു കൊടുത്ത അപ്പൂപ്പന. ഞാൻ കഴിഞ്ഞ ദിവസം ആ വിളക്ക് കൊളുത്തിയായിരുന്നു. ഒരു കാര്യം ചെയ്യ, തമ്പുരുമോള് വന്നിട്ട് ആ വിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കുക. ഇവിടെയല്ലേ ബ്രഹ്മരക്ഷസ് ഉണ്ടെന്ന് പറഞ്ഞത്. അപ്പൊ ബ്രഹ്മരക്ഷസിനോട് പ്രാർത്ഥിച്ചാൽ മതി. എനിക്കൊരു ആപത്ത് സംഭവിക്കില്ലേ. എനിക്ക് അറിയാതെ ചെയ്തു പോയ തെറ്റാ ഞാൻ. അതുകൊണ്ട് എന്റെ കാഴ്ചശക്തി ഒന്നും നഷ്ടപ്പെടുത്തരുത്, എന്റെ സംസാരശേഷി തിരിച്ചു കിട്ടണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചാൽ മാത്രം മതി എന്ന് പറയണം. പക്ഷെ ഇതിന് സംഭവം ഒരുക്കുമല്ലായിരുന്നു. അപ്പൊ ഉണ്ണിമോള് പറഞ്ഞു, എന്തിനാ ഭയപ്പെടുന്നത് ഞാൻ അല്ലേ കൂടെ. പോരാത്തേന് അകത്ത് കയറിയിട്ടുണ്ടെങ്കിൽ ആ അപ്പൂപ്പനും തുണയായിട്ടുണ്ടാവും. അതുകൊണ്ട് തമ്പുരുമോൾ ഒന്നും വിഷമിക്കണ്ട, ധൈര്യമായിട്ട് എൻ്റെ ഒപ്പം പോരാൻ പറയണം. തമ്പുരുവിന്റെ കയ്യെ പിടിച്ച് ബലമായിട്ട് അകത്തേക്ക് കയറ്റിക്കൊണ്ട് പോവാണ് ഉണ്ണിമോള്. അകത്ത് കയറിക്കുമ്പോൾ തമ്പുരുവിന് വല്ലാത്തൊരു സങ്കടമൊക്കെ വരുന്നുണ്ട്. ഈ സമയത്ത് ബ്രഹ്മരക്ഷസ് അവിടെ പ്രത്യക്ഷപ്പെടുവാണ്. അപ്പൊ തമ്പുരുവിനോട് ഉണ്ണിമോള് പറഞ്ഞു, ഇനി കണ്ണടച്ച് നന്നായിട്ട് പ്രാർത്ഥിച്ചോ. അത് ഒന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം ആ വിളക്കം കൂടെ കൊളുത്തിക്കോളാൻ പറയാണ്. അങ്ങനെ തമ്പുരു കണ്ണടച്ചെന്ന് പ്രാർത്ഥിക്കുകയാണ്. കണ്ണടച്ച് പ്രാർത്ഥിച്ചിട്ട് വിളക്ക് കൊളുത്തി കഴിഞ്ഞിട്ട് ശേഷം ഉണ്ണിമോള് പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, ഇനി ബ്രഹ്മരക്ഷസിനോട് പ്രാർത്ഥിക്കുക, എന്റെ കാഴ്ചശക്തി പോവരുത്, എനിക്ക് സംസാരശേഷി തിരിച്ചു കിട്ടണമെന്നും പറഞ്ഞുകൊണ്ട് മന ഉരുകി പ്രാർത്ഥിച്ചാൽ മതി. ഈശ്വര, ബ്രഹ്മരക്ഷസിനെ ഈശ്വര എന്ന് വിളിച്ച് അപേക്ഷിച്ചോളാൻ പറയണം. അങ്ങനെ തമ്പുരുമോള് വീണ്ടും കൈകൂപ്പിന്ന് പ്രാർത്ഥിക്കുകയാണ്. പിന്നീട് കണ്ണ് തുറന്നു കഴിഞ്ഞപ്പോഴത്തേനും തമ്പുരനൊന്നും കാണാൻ പറ്റില്ല. പെട്ടെന്ന് ആംഗ്യ ഭാഷ ചോദിച്ചു, നിലവിളക്ക് കെട്ടോന്ന് ചോദിക്കണം. ഇല്ലേ തമ്പുരു, എന്ത് പറ്റിയെന്ന് ചോദിക്കണം. തമ്പുരു വെപ്രാളം കാണിക്കുന്നുണ്ടപ്പോ, എന്താ തമ്പുരു, നിനക്ക് എന്താ സംഭവിച്ചതെന്ന് ചോദിക്കണം. തമ്പുരു ഒന്നും മിണ്ടുന്നില്ല, ഭയങ്കര വെപ്രാളം കാണിക്കുകയാണ്. ഈ സമയത്ത് ബ്രഹ്മരക്ഷസ് അവിടെ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ടായിരുന്നു. തമ്പുരിന്റെ കാഴ്ചശക്തിയും കൂടെ ബ്രഹ്മരക്ഷസ് കവർന്നെടുക്കുക ചെയ്തേ. അവസാനം ഉണ്ണിമോൾക്ക് മനസ്സിലായി തമ്പുരിന്റെ കാഴ്ചശക്തി പോയെന്ന്. ബ്രഹ്മരക്ഷസ് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉണ്ണിമോടെ മനസ്സിൽ കൂടെ കടന്നു പോവുകയാണ്. അവളുടെ കാഴ്ചശക്തി പോവും, പിന്നീട് അവൾക്ക് ചിത്തഭ്രമം ബാധിക്കും എന്നുള്ള ഉണ്ണിമോൾക്ക് വല്ലാത്ത സങ്കടമായി. ഉണ്ണിമോള് തമ്പുരിനെ പിടിച്ചോണ്ട് പുറത്തേക്ക് ഇറങ്ങി വരുവാണ്. അങ്ങനെ പുറത്തേക്ക് ഇറങ്ങി വരുമ്പോൾ ഒരു കാർ അങ്ങോട്ട് കയറി വരുന്നത്. കാറിനകത്തുനിന്ന് തമ്പുരിന്റെ അച്ഛനും അമ്മയും കൂടെ ഇറങ്ങുവാണ്. അപ്പൊ തമ്പുരനെ പിടിച്ചോണ്ട് ഉണ്ണിമോള് വരുന്ന കണ്ടപ്പത്തേനും രഘു ഓടി വന്നിട്ട് ചോദിച്ചു, എന്താ മോളെ, എന്ത് പറ്റി, ഇവക്ക് എന്ത് പറ്റിയിട്ടാ ഇവളുടെ മോൾ ഇവളുടെ കയ്യെ പിടിച്ചോണ്ട് വരുന്നതെന്ന് ചോദിക്കുകയാണ്. പെട്ടെന്ന് തമ്പുരിന്റെ അമ്മയും വന്ന് മോളെ കെട്ടിപ്പിടിക്കണം. എന്താ മോളെ, എന്താ നിന്റെ കണ്ണൊക്കെ നിറഞ്ഞു ഒഴുകുന്നേ, എന്താ പറ്റിയത്, എന്താന്ന് ചോദിക്കണം. ഇത് കേട്ടപ്പോ ഉണ്ണിമോള് പറഞ്ഞു, അതെ അങ്കിളും ആന്റിയും വിഷമിക്കരുത്, തമ്പുരിന്റെ കാഴ്ചശക്തി പോയെന്ന് പറയണം. കാഴ്ചശക്തി പോയോ, ഇതിപ്പോ പോയതുള്ളെന്ന് പറയണം. എന്റെ ഭഗവാനെ, ഞാൻ ഇനി എന്ത് ചെയ്യുമെന്നോർത്ത് രണ്ടുപേരും അവിടെ കിടന്ന് നിലവിളിക്കുവാണ്. ഇത്രയും കാലം എന്റെ മോളെ സംസാരശേഷി മാത്രമേ പോയിട്ടുണ്ടായിരുന്നുള്ളൂ, ഇപ്പൊ കാഴ്ചശക്തിയോടെ പോയല്ലോ. ദൈവമേ, എന്നാ ബാ, നമുക്ക് ഇവിടെ കൊണ്ട് എത്രയും പെട്ടെന്ന് ഒരു ഹോസ്പിറ്റലിൽ പോകാന്ന് പറയാണ്. ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് അങ്ങോട്ട് ഗിരിദേവനും ബാബരും കൂടെ വരുന്നേ. ഗിരിദേവൻ പറഞ്ഞു, അങ്കളെ പോകാൻ പറ്റേ, നിങ്ങൾക്ക് അവളെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ പറ്റില്ലെന്ന് പറയണം. ഈ സമയത്ത് അവിടെ ബ്രഹ്മരക്ഷസ് പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതെന്താ ഗിരിദേവ അങ്ങനെ പറഞ്ഞത്? അവളെ കൊണ്ട് പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ പോകാൻ പറ്റില്ല എന്ന് പറയാണ്. ഇത് കേട്ടപ്പോൾ തമ്പുരുവിന്റെ അമ്മ പറഞ്ഞു, ഇതേ ഈ ചെക്കൻ പറയുന്ന കാര്യങ്ങളൊന്നും കേട്ട് നമ്മളിവിടെ മോളെയും കൊണ്ട് നിൽക്കണ്ട, ബാ എത്രയും പെട്ടെന്ന് അവളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം, നല്ലൊരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യണമെന്ന് പറയാണ്. അങ്ങനെ തമ്പുരുവിനെ വിളിച്ച് കാറ് തുറക്കാനായിട്ട് അങ്ങ് ചെന്ന് കഴിയുമ്പോഴത്തേനും കാറിന്റെ ലോക്ക് തുറക്കാൻ പറ്റുന്നില്ല. പെട്ടെന്ന് അവിടെ ഇട്ട് കീയൊക്കെ ഇട്ട് തിരിച്ചിട്ടും പറ്റാതെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും ഗിരിദേവൻ പറഞ്ഞു, അങ്കിളെ വെറുതെ അവിടെ ലോക്ക് തുറക്കാൻ ശ്രമിക്കണ്ട, അത് തുറക്കാൻ പറ്റില്ലെന്ന് പറയാണ്. അത് കേട്ട് രഘു വന്നിട്ട്, എന്താ ഗിരിദേവ പറയണേ, എനിക്കൊന്നും മനസ്സിലാവുന്നില്ലെന്ന് പറയാണ്. പെട്ടെന്ന് ബാബര് പറഞ്ഞു, നിങ്ങൾക്ക് വേണമെങ്കിൽ അവൾക്കുള്ള മരുന്നൊക്കെ വാങ്ങിച്ചോണ്ടേ കൊടുക്കാം, വേണ്ട ഡോക്ടറോട് പറഞ്ഞിട്ട്
കൺസൾട്ട് ചെയ്തത്. പക്ഷെ ഒരു കാരണവശാലും അവളെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരാനായിട്ട് പറ്റില്ല എന്ന് പറയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ തന്നെ ഒരു കാര്യം അവർക്ക് ഉറപ്പായി, എന്തോ നിഗൂഢതകളൊക്കെ തമ്പുരുവിനെ ചുറ്റിപ്പറ്റിയുണ്ട്. അപ്പൊ അതെന്താണെന്നറിയില്ല. ഗിരിദേവൻ ആ കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് അറിയാം. അപ്പൊ എന്ത് ചെയ്യണമെന്നറിയത്തില്ലാതെ അവരിങ്ങനെ നിൽക്കുകയാണ്. പിന്നീട് കാണിക്കുന്ന സുഗന്ധി ഇങ്ങനെ ആകെപ്പാടെ പൊള്ളിപ്പടഞ്ഞ് ഒരു കുടത്തിനകത്ത് കൈയൊക്കെ ഇട്ടുകൊണ്ട് ഓടിയലിച്ച് വരുവാണ് ഗിരിദേവാന്നും വിളിച്ചോണ്ട്. അപ്പൊ ഗിരിദേവൻ അങ്ങോട്ട് ചെന്നു. ഗിരിദേവനോട് വാവരും ഉണ്ടായിരുന്നു. ഗിരിദേവ, നീ എനിക്കൊരു ഉപകാരം ചെയ്തു തരണം. എങ്ങനെ ഈ കൈ കിടക്കുന്ന വള അങ്ങ് ഊരിയെടുക്കണം. എന്നിട്ട് നിനക്ക് അമ്മയുണ്ടെങ്കിൽ അവർക്കോ പെങ്ങളുണ്ടെങ്കിൽ അവർക്കോ കൊണ്ടേ കൊടുത്തേരാം. നല്ല വളകളല്ലേ എന്ന് ചോദിക്കുകയാണ്. ഗിരിദേവൻ പറഞ്ഞു, എന്ത് പറ്റി എന്റെ പൊന്നോ, എനിക്ക് ഈ വള ഇട്ടിട്ട് എന്റെ കൈ പൊള്ളുവാന്ന് പറയണം. ഇത് കേട്ടതും വാവര് പറഞ്ഞു, ചേച്ചി ആരുടെയും എന്തെങ്കിലും സാധനം കട്ടെടുത്തിട്ടുണ്ടോ? അങ്ങനെ എടുത്തിട്ടുണ്ടെങ്കിൽ ചേച്ചിയുടെ കൈ പൊള്ളൂന്ന് പറയണം. എന്താ ഇങ്ങനെയൊക്കെ പറയണെന്ന് ചോദിക്കണം. ഗിരിദേവൻ പറഞ്ഞു, പറഞ്ഞ കാര്യങ്ങളൊക്കെ സത്യം തന്നെയാ. അവരുടെ മുതൽ അവർക്ക് തിരിച്ചു കൊടുത്തില്ലെങ്കിൽ ചേച്ചിയുടെ ഈ കൈ കിടക്കുന്ന വളകൾ ഇങ്ങനെ പൊള്ളിക്കൊണ്ടേ ഇരിക്കുമെന്ന് പറയണം. ഇത് കേട്ടതും കുളത്തിനകത്ത് കൈ വെച്ചിട്ട് പുറത്തേക്ക് സുഗന്ധി ഇറങ്ങി ഓടുവാണ്. അങ്ങനെ നേരെ ഓടി വന്നു കഴിയുമ്പോഴത്തേനും കാര്യസ്ഥനും വേറെ നാഗപ്പൻ എന്ന് പറഞ്ഞ ഒരാളും കൂടെ വരുവാണ്. അപ്പൊ അയാളും വള കട്ട് ചെയ്യാൻ വന്ന ആളാ. അങ്ങനെ സുഗന്ധിയുടെ ഓടിയുള്ള വരവ് കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും കാശു, എന്ത് മോളെ, എന്താ ഇപ്പോഴും പൊള്ളുവാണെന്ന് ചോദിക്കണം. പൊള്ളുവാച്ചാ, എനിക്ക് ഒരു രക്ഷയില്ല. ഞാൻ ഈ കുടത്തിനകത്ത് കൈ ഇട്ടുകൊണ്ടിരുന്നിട്ട് പോലും ആ വെള്ളം പോലും തിളയ്ക്കുന്ന പോലെ എനിക്ക് തോന്നിയെന്ന് പറയണം. പെട്ടെന്ന് ഇതേ ഞാൻ നാഗപ്പനെ കൂട്ടിക്കൊണ്ട വന്നേക്കുന്നേ, ഇദ്ദേഹം ഈ വള കട്ട് ചെയ്യുമെന്ന് പറയാണ്. ഇത് കേട്ടപ്പോൾ ഗിരിദേവൻ പറഞ്ഞു, നിങ്ങൾക്ക് അതിന് സാധിക്കില്ല നാഗപ്പ ചേട്ടാ, ആ വള കട്ട് ചെയ്യാൻ പറ്റില്ല എന്ന് പറയണം. വാവര് പറഞ്ഞു, കട്ടെടുത്ത മുതലുകളൊക്കെ തിരിച്ചു കൊടുക്കാതെ ഒരു കാരണവശാലും ആ അഗ്നി മാറില്ല. ആ അഗ്നി നരകാഗ്നിയാണ്. നരകത്തിൽ ചെന്ന് കഴിയുമ്പോഴത്തേനും ശിക്ഷ കിട്ടേണ്ടവർക്ക് കൊടുക്കുന്ന അഗ്നിയാണ്. ആ അഗ്നിയാണ് കയ്യിൽ വന്നിരിക്കുന്നതെന്ന് പറയാം. അതുകൊണ്ട് അത് പോകണമെങ്കിൽ ചെയ്ത തെറ്റുകൾക്കൊക്കെ പ്രായച്ചിത്തം ചെയ്യണമെന്ന് പറയാം. ഇത് കേട്ടപ്പോൾ കാര്യസ്ഥൻ പറഞ്ഞു, ഈ പിള്ളേരൊന്നും പറയുന്ന കേൾക്കുന്നത് വിശ്വസിക്കാതെ നീ പെട്ടെന്ന് നാഗപ്പ ആ വളയെ അങ്ങോട്ട് കട്ട് ചെയ്യാൻ പറയാണ്. ഈ സമയം ഗിരിദേവനും ബാവരും പരസ്പരം നോക്കുന്നുണ്ട്. അവർക്ക് മനസ്സിലായി, കാരണം ഇനി എന്തൊക്കെ കാണിച്ചെന്ന് പറഞ്ഞാൽ ആ വള കട്ട് ചെയ്യാനായിട്ട് പറ്റത്തില്ല. അത് കങ്കണത്തിലെ അഗ്നിയാണെന്നാണ് ഗിരിദേവൻ പറഞ്ഞിരിക്കുന്നത്. അപ്പം ഇത്രയും വലിയ തെറ്റ് ചെയ്തിട്ട് അവൾക്ക് അതിന് ഒരു പ്രായച്ചിത്തം ചെയ്യാനുള്ള അവസരം കൊടുത്തു. പക്ഷെ അവളോ അതെന്താണെങ്കിലും ആ കട്ടെടുത്ത മുതലൊന്നും തിരിച്ചു കൊടുക്കലെന്ന് ഒരേ വാശിയില്ല. അങ്ങനെ കാര്യസ്ഥൻ പറഞ്ഞതനുസരിച്ച് നാഗപ്പൻ എന്ത് ചെയ്യണം, ആ വള കട്ട് ചെയ്യാനായിട്ട് തുടങ്ങണം. വള കട്ട് ചെയ്യാൻ കയ്യെ പിടിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ ഗിരിദേവൻ പറഞ്ഞു, നിങ്ങൾക്കത് കട്ട് ചെയ്യാൻ പറ്റില്ല. കാരണം നിങ്ങളത് കട്ട് ചെയ്യാണ്ട് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിലേക്കും അഗ്നി ബാധിക്കുമെന്ന് പറയണം. പക്ഷെ അതൊന്നും അയാൾ കേട്ടില്ല. പിള്ളേർ പറയുന്നതല്ലേ, എന്തിനാ കേൾക്കണേന്ന് ഓർത്തോണ്ട് പെട്ടെന്ന് എന്ത് ചെയ്യണം, അങ്ങോട്ട് വന്നിട്ട് കട്ട് ചെയ്യാനായിട്ട് അങ്ങനെ വളയിരിക്കുന്ന പതുക്കെ കട്ട് ചെയ്യാൻ തുടങ്ങുവാണ്. ഈ സമയത്ത് എന്ത് ചെയ്യണം, അയാളുടെ കയ്യിലേക്കൂടെ അഗ്നി പെട്ടെന്ന് പടരുകയാണ്. അയാൾ ഒരിക്കലും പ്രതീക്ഷിച്ച കാര്യമല്ല. ഒറ്റ വീശി അടിക്കുന്ന കാറ്റ് പോയാൽ അയാളുടെ ദേഹത്തേക്കൂടെ അഗ്നി വന്നു കഴിഞ്ഞപ്പോഴത്തേനും അയാൾ കൈ കിടന്ന കുടിലെല്ലാം താഴെയിട്ട് പുറകോട്ട് മറിഞ്ഞു വീഴുവാണ്, കാര്യസ്ഥനും തള്ളി മറിച്ചുകൊണ്ട്. ഇത് കണ്ടിട്ട് പരസ്പരം നോക്കി പുഞ്ചിരി തൂവുകയാണ് ഗിരിദേവനും ബാവരും കൂടെ. ആ വിശേഷങ്ങളൊക്കെയാണ് നമ്മളിന്ന് കണ്ടത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രൊമോയി വരാട്ടോ. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.